ഇവിടെ വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത്തേത് ഇവിടെ വന്നപ്പോൾ എനിക്ക് കയറി വരുമ്പോൾ നല്ല ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പുതിയൊരു ഷോപ്പിലേക്ക് നമ്മൾ വരുന്നത് എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണെന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് പോലെയേ ഇല്ല. ഇവിടെ വന്നപ്പോഴാണ് ചേച്ചിമാരായിക്കോട്ടെ, സാറുമാരായിക്കോട്ടെ, ചേട്ടന്മാരായിക്കോട്ടെ എല്ലാം നല്ല ഹെൽപ്പായിരുന്നു. ഇവിടെ ഫുൾ സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ ഫുൾ പേടിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെ കൂടെയും സന്തോഷത്തിലും ഈ 1.5 മാസം ഞങ്ങൾ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് അതാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു, അതാണ് മെയിൻ. ആരും മാറ്റി നിർത്തിയില്ല എവിടെയും. എല്ലാവരും നല്ലപോലെ സംസാരിക്കാനും, സാറുമാരായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ചെയ്തോളേ, അങ്ങനെ എവിടെയും മാറി നിൽക്കണ്ട, നിങ്ങളെല്ലാത്തിലും ഒരാളാണ്, ഇവിടുത്തെ ആൾക്കാരെ പോലെയാണ് നിങ്ങളും, ഒന്നിനും മാറി നിൽക്കണ്ട, മാം ആയിക്കോട്ടെ സാറുമാരായിക്കോട്ടെ എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പറയേണ്ടതൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ സ്റ്റാഫ്സ് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. പിന്നെ സാറുമാർ, മാഡം എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സപ്പോർട്ട് കാര്യങ്ങളും തന്നു. ഇവരുടെ എല്ലാ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഇവിടെ ചെന്നതിനൊരു സന്തോഷം നമ്മൾ തരികയാണ്. ഓക്കെ, നമസ്കാരം. നമ്മളിന്ന് ഒരു എന്നാ പറയണേ, ഒരു 2.5 മാസം ഉണ്ടായിരുന്നു അല്ലേ? 1.5 മാസം ഇന്റേൺഷിപ്പ് ചെയ്ത കുട്ടികളാണിത്. നമ്മളുടെ കൂടെ ഇവരുടെ ഡിപ്ലോമ കോഴ്സായിരുന്നു. അപ്പം അതിൽ നമ്മളിങ്ങനെ പുണോളിൽ സിൽക്സ്, നിങ്ങളുടെ കോളേജിൻ്റെ പേരെന്ന് പറഞ്ഞേ? ഡിവൈൻ ഫാഷൻ ഡിസൈനിങ് സ്കൂൾ. വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ തന്നെയാണ്. അവിടെ സിസ്റ്റേഴ്സാണ് നടത്തുന്നത്. അവർ നമ്മളുടെ അടുത്ത് തന്നെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യിപ്പിക്കാറ്. അപ്പം ഈ കുട്ടികളുടെ ഓരോ സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ പുണോളിൽ സിൽക്സിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റും എല്ലാം കൂടെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന ആണ് എല്ലാ കുട്ടികളുടെയും. ഇവർക്ക് എങ്ങനെയുണ്ടായിരുന്നു മുകേഷ് എക്സ്പീരിയൻസ്? എന്തിനൊക്കെ ചെയ്യാൻ പറ്റി? പിന്നെ ഹെമ്മിങ്ങിലായിരുന്നു മാക്സിമം നമ്മൾ യൂസ് ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. പിന്നെ എംബ്രോയിഡറി ലിപ്പിച്ചിട്ട് പോകുന്ന സപ്പോർട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കാര്യങ്ങൾ. ഷോപ്പിലായാലും ഇവരൊപ്പം ഒന്ന് ഡിസൈനേഴ്സിനൊപ്പം നിന്നിട്ട് കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്ത് നടക്കുക. പിന്നെ അതുപോലെ നമ്മുടെ പിള്ളേരല്ലേ, അധികം നമുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരുടെയും ഒരുപോലെ നിന്നിട്ടുണ്ട്. ഒരാളെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല. ചേച്ചിമാരുടെ കൂടെ ആണെങ്കിൽ അത്, യൂണിറ്റിലാണെങ്കിൽ അത്, നമ്മുടെ കൂടെ കസ്റ്റമറുടെ കൂടെ ആണെങ്കിൽ അത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ചേച്ചി ഇങ്ങനെ തന്നെ ചെയ്യാം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ ചേച്ചി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കില്ല. ഞങ്ങളുടെ കൂടെ വർക്കിന്റെ കൂടെ ഇവരും കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട്. എല്ലാ മേഖലയിലും എക്സ്പീരിയൻസ്, എല്ലാ മേഖലകളും തൊടാൻ പറ്റിയിരുന്നു. ഇപ്പൊ മെഷർമെന്റ്സിന്റെ കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം ഒരു മാസ്റ്റേഴ്സിന്റെ കൂടെ നമ്മള് ചെയ്യുന്ന പാറ്റേൺ ക്രിയേറ്റ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യത്തേക്കാളും കൂടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഇപ്പൊ ഡ്രോയിങ്ങിലാണെങ്കിൽ അത് സ്കെച്ച് വരെ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ഫാബ്രിക് എടുത്തിട്ട് ആ ഫാബ്രിക് ഏത് രീതിയിൽ കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് കുട്ടികൾ ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ അവർക്ക് മനസ്സിലായത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഗൗൺ സാറ്റിൻ. ഇവരുടെ നാട്ടിൽ അവരത് കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ അവർക്ക് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തൊട്ട് നോക്കുക, അതിനെ കുറിച്ച് നമ്മള് മാം അന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് സ്കെച്ച് ചെയ്തില്ലേ, അതിനകത്ത് കുറെ ഇവര് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓർഗൻസയുടെ തന്നെ വെറൈറ്റി മോഡൽസുകൾ ഇവർക്ക് കാണാൻ പറ്റി. ഇവർക്ക് കുറെ ഇപ്പം പുതിയ കുട്ടികളായതുകൊണ്ട് തന്നെ പുതിയ പുതിയ അറിവുകളും പുതിയ പാറ്റേണുകളും അതുപോലെ ഒക്കെ ഇങ്ങനെ ഇപ്പൊ വീണ്ടും കണ്ണൂര് നിഫ്റ്റിന്ന് നമ്മളെ അടുത്ത് കുട്ടികൾ ഇന്റേൺഷിപ്പിന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയാലാണ്. അപ്പൊ ഇവരുടെ ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ കൊടുത്ത് ഇവരെ സന്തോഷപൂർവ്വം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാതെ വെച്ചു.